KPCC പ്രസിഡന്റിന്റെ പേരിൽ എന്റെ പേരുണ്ട്. എന്നോട് KPCC ഞാൻ കണ്ടില്ല, അത് പ്രസിഡന്റ് പറഞ്ഞു. അതായത് കെ സുധാകരന് വോട്ട് കൊടുക്കരുത്, സീറ്റ് കൊടുക്കരുത് പറഞ്ഞു. ഞങ്ങള് കള്ളക്കത്ത് പ്രചരിപ്പിക്കും. CPM എത്ര അല്ല, അതിപ്പോ ആരാ നുണ പറയുന്നത് ഞങ്ങൾ പ്രൂവ് ചെയ്തല്ലോ. ഞാനിപ്പോ എത്ര നുണ മുഖ്യമന്ത്രി പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധമില്ലെന്നുള്ളത് ഞങ്ങൾ പൊളിച്ചു. മുഖ്യമന്ത്രി നുണ പറഞ്ഞാണെന്ന്. RSSുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് നിങ്ങളായിട്ട് ഇന്റർവ്യൂവിൽ തന്നെ പൊളിച്ചു. 18 മാസം ഉമ്മൻചാണ്ടിന്റെ കാലത്ത് പെൻഷൻ മുടങ്ങിയെന്ന് പറഞ്ഞു പച്ചക്കള്ളം പറഞ്ഞു മുഖ്യമന്ത്രി. അത് തോമസ് ഐസക്കിന്റെ അദ്ദേഹത്തിന്റെ ഇദ്ദേഹം അധ്യക്ഷനായിരിക്കുന്ന ക്യാബിനറ്റ് അംഗീകരിച്ച വൈറ്റ് പേപ്പർ പുറത്തുവെച്ചുകൊണ്ട് ഞങ്ങൾ പൊളിച്ചടുക്കി കൊടുത്തില്ലേ. പിന്നെ ഇദ്ദേഹം 2013 ഗണേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കണം മന്ത്രിസഭയിൽ എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഗണേഷ് കുമാറിനെ തോളത്ത് വെച്ച് നടക്കുമല്ലേ. ഇപ്പൊ അത് കുടുംബ പ്രശ്നമായില്ലേ. ഇരട്ടത്താപ്പല്ലേ മുഖ്യമന്ത്രിക്ക്? ഏത് സമയത്ത് ഇരട്ടത്താപ്പ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ നുണറായി എന്നുള്ള പേര് വിട്ട്. അല്ല, അത് എന്തുകൊണ്ടാണ് നിങ്ങളതാണ്? എന്തുകൊണ്ടാണ്? ഞാൻ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്ന ആളാണ്. എനിക്ക് ഒന്നും അറിയാത്ത ആളാണ്. ഞാൻ ഗ്രഹപാഠം ചെയ്താണ് കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ല, ഞാൻ പഠിച്ചു വന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഡേറ്റയുടെ പിൻബലം എപ്പോഴും ഉണ്ടാവും. പഠിച്ചിട്ടേ പറയുള്ളൂ. 4,43,000 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വെച്ചെന്ന് ഈ മുഖ്യമന്ത്രിയല്ലേ ഫേസ്ബുക്കിൽ എഴുതിയത് 4,000 വീട് വെച്ചുള്ളത് അല്ലെ? പച്ചക്കള്ളാരാ പറഞ്ഞത്. എന്റെ പുറകിൽ ഡേറ്റ ഉണ്ട്. അതായത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗങ്ങളായ AK ബാലനും KT ജലീലും ഞങ്ങൾക്ക് നിയമസഭയിൽ ചോദിച്ചു തന്ന ഉത്തരത്തിന്റെ ഡാറ്റ എന്റെ കയ്യിലുണ്ട്. അറിയാൻ വെച്ചോടുകൂടി മുഖ്യമന്ത്രി കണ്ടം വഴി ഓടിയല്ല. പിള്ളേർ പറയണമാര്, ഇപ്പോഴത്തെ കുട്ടികൾ പറയണമാര് കണ്ടം വഴി കുട്ടികൾ ഓടിയല്ല. അല്ല, ഈ കാര്യമൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ആരോ ഉപദേശം കൊടുത്തു വേണ്ടാത്ത പണിക്ക് പോകേണ്ടതാണ്. കാരണം ഞാൻ ഈ ചോദ്യം ചോദിച്ച മുഖ്യമന്ത്രി എന്ത് പറയും? നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധം ഉണ്ടായില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. നുണയല്ലേ? എന്ത് പറയും? ഞാനപ്പോ വീഡിയോ ക്ലിപ്പ് എടുക്കും. RSSന്റെ പറഞ്ഞ വീഡിയോ ക്ലിപ്പ് എടുക്കും. പെൻഷന്റെ കാര്യം പറഞ്ഞ വീഡിയോ ക്ലിപ്പ് എടുക്കും. ഗണേശനെ ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് ഗണേശനെ കഷ്ടത്ത് വെച്ചുകൊണ്ട് നടക്കണം. ഇപ്പൊ ഗണേശൻ അതിനേക്കാൾ ഗുരുതരമായ ആരോപണം വന്നപ്പോൾ പറയും കുടുംബ പ്രശ്നമാണ്.